ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ലോർഡ്സിലെ നാറ്റ്വെൽ സീരീസ് ഫൈനൽ. ഇന്ത്യയുടെ യുവനിരയെ നയിക്കുന്നത് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 325 റൺസിൻ്റെ കൂറ്റൻ ടാർഗറ്റ് വെക്കുന്നു. അന്ന് ഏകദിനത്തിൽ 300+ ചേസ് ചെയ്യുക എന്നതൊരു അവിശ്വസനീയമായിരുന്നു. ഗാംഗുലിയും വീരേന്ദ്ര സേവാഗും ചേർന്ന് ഇന്ത്യക്ക് ഒരു സ്വപ്നതുല്യമായ തുടക്കം നൽകി. ഗാംഗുലിയും സേവാഗും പുറത്തായതോടെ ഇന്ത്യൻ ബാറ്റിംഗ് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു. സച്ചിൻ, ദ്രാവിഡ്, ദിനേശ് മോംഗിയ എന്നിവർ അതിവേഗം ഔട്ടാവുന്നു. 144 റൺസ് എടുക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് 5 വിക്കറ്റ് നഷ്ടം. കളി കഴിഞ്ഞെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ക്രീസിലെത്തുന്ന 2 യുവതാരങ്ങളായിരുന്നു മുഹമ്മദ് കൈഫ്, യുവരാജ് സിംഗ്. പോരാട്ടം കൈഫും യുവരാജും ചേർന്ന് ശ്രദ്ധയോടെ ബാറ്റ് ചെയ്യുന്നു. അവർ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തു. 121 റൺസിൻ്റെ കൂട്ടുകെട്ടിനൊടുവിൽ യുവരാജ് സിംഗ് 69 റൺസിന് പുറത്താകുന്നു. വീണ്ടും കളി ഇംഗ്ലണ്ടിന് അനുകൂലമായി. അവസാന ഓവറിൽ ഹർഭജൻ സിംഗിൻ്റെയും അജിത് അഗാർക്കറിൻ്റെയും കൂട്ടുപിടിച്ച് കൈഫ് വിജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ചു. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് വെറും 1 റൺ മാത്രം. കൈഫ് ഫീൽഡർമാരുടെ ഇടയിലൂടെ പന്ത് തട്ടി 1 റൺ പൂർത്തിയാക്കുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസ്. വിജയം ഉറപ്പിച്ചോടെ തന്നെ ലോർഡ്സിലെ ബാൽക്കണിയിൽ സംഭവിച്ച അപ്രതീക്ഷിതമായൊരു രംഗം. ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ ആൻഡ്രൂ ഫ്ലിൻറ്റോഫ് ഒരു മത്സരം വിജയിച്ചപ്പോൾ ഷർട്ടൂരി ആഹ്ലാദിച്ചിരുന്നു. അതിന് മറുപടി നൽകാനെന്നോണം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഷർട്ടൂരി കറക്കി ആഹ്ലാദം പ്രകടിപ്പിച്ചു. അത് വെറുമൊരു വിജയമായിരുന്നില്ല. അത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ യുവനിരയുടെയും ഗാംഗുലിയുടെയും നേതൃത്വത്തിലുള്ള സ്വപ്ന പ്രഖ്യാപനമായിരുന്നു. തോൽവി സമ്മതിക്കാത്തൊരു ഇന്ത്യൻ ടീമിൻ്റെ പിറവിയായിരുന്നു.